നിഹയും ആദവും കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. നിഹ ആദത്തിൻ്റെ മമ്മയുമായും പപ്പയുമായും പെട്ടെന്ന് തന്നെ സെറ്റായി. ഇരുവരും അവൾക്കിപ്പോൾ പപ്പയും ആനിയമ്മയുമാണ്. മിക്ക സമയങ്ങളിലും നിഹ ആനിയമ്മയുടെ കൂടെയാണ്. ഇടയ്ക്ക് ആനിയമ്മയും അവളും പപ്പയുടെ കൂടെ മില്ലിലും ടെക്സ്റ്റൈൽ ഷോപ്പിലും മാർബിൾ ഷോറൂമിലും ഒക്കെ പോവും. ആദത്തിന് അവളെ ഇപ്പോൾ ശരിക്കും ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. അന്നത്തെ ആ രാത്രിക്ക് ശേഷം ഇസയെക്കുറിച്ച് ആദം നിഹയോട് ചോദിച്ചുവെങ്കിലും അവൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ കൂട്ടാക്കില്ല. കൊച്ചു ത്രേസ്യക്കും ഫിലിപ്പോസിനും ആ വീട്ടിലെ പുരുഷന്മാർക്കൊക്കെയും ഇപ്പോഴും ആയുഷിൻ്റെ അമ്മയുടെ ദേഷ്യമാണെങ്കിലും ആനയും നിഹയും ആ വീട്ടിലെ ബാക്കി സ്ത്രീകളൊക്കെയും അവരെ പള്ളിയിൽ വെച്ച് കണ്ടാൽ സംസാരിക്കുമായിരുന്നു. നിഹയോട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവർ പെരുമാറുന്നതും. തൻ്റെ മരുമകളായി അവളെ കിട്ടിയില്ലല്ലോ എന്നോർത്ത് അവർക്ക് നഷ്ടബോധം തോന്നി. ഒപ്പം ആദത്തിന് അതുപോലൊരു പെണ്ണിനെ കിട്ടിയതിൽ അവർ സന്തോഷിച്ചിരുന്നു. ഇതിനിടയിൽ ഇരുവരുടെയും മിന്നുകെട്ടിനുള്ള തീയതി നിശ്ചയിച്ചു. വിവാഹ തിരക്കൊക്കെ വരുന്നതല്ലേ, നിഹയ്ക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ക്ലാരയുടെ മകൾ ട്രേസയെ വീട്ടിൽ നിർത്തിക്കൊള്ളാൻ ട്രേസി അനുവാദം ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് സമ്മതം അറിയിക്കുന്നത്. നിഹയ്ക്കൊരു കൂട്ടായിട്ടാണ് ട്രേസയെ അവിടെ നിർത്തിയതെങ്കിലും വന്ന ഉടനെ ട്രേസയുടെ കണ്ണ് ആദമിലായിരുന്നു. ആദത്തിനെ മയക്കുക, അവൻ്റെ ഓഫീസിൽ വല്ല ജോലിയും കിട്ടുമല്ലോ എന്നായിരുന്നു ട്രേസയുടെ മനസ്സിൽ. എങ്ങനായാലും വേണ്ടില്ല, കുറച്ച് പണം ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതായിരുന്നു ട്രേസയുടെ മനസ്സിൽ. അതിന് തടസ്സം നിഹാണെന്ന് മനസ്സിലായതും ത്രേസ്യ നിഹയെ ഒതുക്കാനുള്ള വഴി ആലോചിക്കാൻ പറഞ്ഞപ്പോൾ അവൾ മറുത്തൊന്നും ആലോചിക്കാതെ സമ്മതം അറിയിച്ചു. നിഹയെ വീഴ്ത്താൻ ട്രേസയും ക്ലാരയും പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരെണ്ണം പോലും ഏറ്റില്ല എന്ന് മാത്രമല്ല, 18ൻ്റെ പണിയും കൊണ്ടുപോയി 36ൻ്റെ പണിയും വാങ്ങിച്ചുകൊണ്ട് ഇരുവരും തിരികെ വരും. അതാണ് പതിവ്. ഇതിനിടയിൽ ത്രേസ്യയുടെ നിർദ്ദേശപ്രകാരം സ്റ്റെയർ കേസിൽ എണ്ണ തൂവി നിഹയെ വീഴ്ത്താൻ നോക്കിയതാണ് ട്രീസ. അന്നേരം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇത് കാണുകയും നേരെ ചെന്ന് നിഹയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നിഹയുടെ ഐഡിയ പ്രകാരം അവരുടെ പ്ലാൻ അവർക്ക് നേരെ തിരിച്ചു പ്രയോഗിച്ചു. ക്ലാര ചേച്ചി ഒന്നെങ്കിൽ വായോ, ദേ ഇവിടെ നോക്കിക്കേ, പെട്ടെന്ന് വാ ചേച്ചി. പിള്ളേരൊക്കെ കൂടി സ്റ്റെയറിന് മേലെ നിന്ന് ക്ലാരയെ വിളിച്ചു കൂവിയതും ക്ലാര പിള്ളേരെയും പ്രാഗിക്കൊണ്ട് ട്രീസയുടെ പ്ലാൻ അറിയാതെ പടി കയറി തുടങ്ങി. കയറിയതേ ഓർമ്മയുള്ളൂ, പിന്നെ ദേ കിടക്കുന്നു വെട്ടിയിട്ട വരിക്കച്ചക്ക പോലെ താഴെ. വലത് കൈ ഒടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടു. ഒറ്റ കൈ കൊണ്ട് എന്നാ പണി ചെയ്യാനാ, അതുകൊണ്ട് പണിയൊക്കെ ഇപ്പോൾ ട്രീസ ചെയ്യും. എന്താ അല്ലേ? പണിയൊക്കെ ചെയ്തു അവളുടെ നടു ഒടിഞ്ഞു. അതിൻ്റെ കൂടെ രാത്രിയിൽ ത്രേസ്യയുടെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കണം. ആ നേരത്ത് ട്രീസ ക്ലാരയെ ദഹിപ്പിച്ചു നോക്കും. അന്നേരം ക്ലാര കയ്യും താങ്ങി അട്ടം നോക്കി നിൽക്കും. നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ നിഹയുടെ പക്ഷത്താണ്, കാരണം അവരൊക്കെ ഏകദേശം ഒരേ വൈബാണല്ലോ. ഇതിനിടയിലാണ് ആദത്തിന് അത്യാവശ്യമായി കൊച്ചിയിലേക്ക് പോവേണ്ടി വന്നത്. 2 ദിവസത്തേക്കാണ് യാത്ര. വിവാഹം കഴിഞ്ഞ് ഇരുവരും പിരിഞ്ഞിരുന്നിട്ടില്ല. 2 പേർക്കും പിരിഞ്ഞിരിക്കുന്നതോർത്ത് നല്ല വിഷമമുണ്ടെങ്കിലും 2 പേരും അത് പുറമെ കാണിക്കുന്നില്ല. ആദം പോവാൻ വേണ്ടി റെഡിയാവുകയാണ്. അതിനിടയിൽ അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം വാടിയത് കണ്ടതും അവന് ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നി. എന്തേ മുഖത്തൊരു വാട്ടം? എൻ്റെ കൂടെ പോരുന്നോ? നിഹയുടെ കണ്ണിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ടാണ് അവനത് ചോദിച്ചത്. ഹേ വാട്ടോ? എനിക്കോ? എന്തിന്? ഞാനെങ്ങുമില്ല, സാറ് പോയിക്കോ, നിഹ സങ്കടം പുറത്ത് കാട്ടാതെ പറഞ്ഞു. അപ്പോൾ നിനക്ക് എന്നെ മിസ് ചെയ്യില്ല? എനിക്കങ്ങുമില്ല. ഒട്ടും മിസ് ചെയ്യില്ല? ഇല്ലെന്ന്. ഇവിടെ ആനിയമ്മയുണ്ട്, പപ്പയുണ്ട്, അച്ചാച്ചനുണ്ട്, എൻ്റെ ശത്രു വല്യമ്മച്ചിയുണ്ട്, പിന്നെ ആൻറ്റിമാരും അങ്കിൾസും, പിന്നെ എൻ്റെ ക്രൈം പാർട്ട്നേഴ്സ്, അവരൊക്കെ ഇല്ലേ. അതിനിടയിൽ എനിക്ക് സാറിന് ഓർക്കാനേ സമയം കിട്ടില്ല. നിഹ വിട്ടുകൊടുത്തില്ല. ആണല്ലേ, ശരി. എന്നാ എനിക്കങ്ങനെയല്ല, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യും. അതും പറഞ്ഞ് അവളുടെ കാതോരം ചുംബിച്ചതും അവളുടെ കൈ അവൻ്റെ മുടിക്കുള്ളിലേക്ക് നോണ്ട് കയറി. അന്നേരമാണ് ഡോറിനരികിൽ ആളനക്കം കേൾക്കുന്നത്. ഇരുവരും തിരിഞ്ഞു നോക്കിയതും കയ്യിൽ ജ്യൂസുമായി ട്രീസ നിൽക്കുന്നു. ട്രീസയെ കണ്ടതും നിഹയുടെ മുഖം ചുളുങ്ങി. എന്താ? ആദം ചോദിച്ചു. അത് പിന്നെ സാറിന് ജ്യൂസ് തരാൻ വേണ്ടി. ട്രീസ തപ്പിത്തടഞ്ഞു. അതിന് ഞാൻ ജ്യൂസ് ചോദിച്ചില്ലല്ലോ, ആദം ഗൗരവത്തിൽ പറഞ്ഞു. അത് പിന്നെ ത്രേസ്യാമ്മച്ചി പറഞ്ഞു സാറിന് ജ്യൂസ് തരാൻ. എന്നാ ഇങ്ങോട്ട് തന്നേക്ക്. ആദം ആ പറഞ്ഞതും നിഹയുടെ മുഖം വാടി, ഒപ്പം ട്രീസയുടെ മുഖം വിടർന്നു. വന്നപ്പോൾ തൊട്ട് ട്രീസയുടെ ചുറ്റിക്കളിയൊക്കെ ഏകദേശം അവൾ കാണുന്നതാണ്. ഇതിപ്പോൾ ജ്യൂസുമായി വന്നതും അവളുടെ കണ്ണുകൾ മൊത്തം ഷർട്ടിടാതെ നിൽക്കുന്ന ആദത്തിൻ്റെ ബോഡിയിലാണെന്ന് തിരിച്ചറിഞ്ഞതും ഒരു നിമിഷം നിഹയുടെ ഉള്ളിലെ ഭാര്യ ഉണർന്നു. ട്രീസ മുറിയിലേക്ക് കയറും മുൻപേ നിഹ അവളെ തടഞ്ഞു നിർത്തി അവളുടെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി എടുത്തു കുടിച്ചു. ശേഷം ഗ്ലാസ് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇനി നീ പോയിക്കോ, എൻ്റെ കെട്ടിയോന് ജ്യൂസ് വേണമെങ്കിലേ ഞാൻ കൊടുത്തോളാം, അതിന് ഒരാളുടെയും സഹായം എനിക്ക് വേണ്ട. പിന്നെ
ഈ സാറിന് ജ്യൂസ്, ചായ, ചോറ് എന്നെന്ന് പറഞ്ഞ് നീ കൂടുതൽ ബുദ്ധിമുട്ടണമെന്നില്ല, നിഹ കടുപ്പിച്ച് പറഞ്ഞു. അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ട്രീസ പറഞ്ഞു. എന്നാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ചെല്ല്. നിഹ പല്ല് ഞെരിച്ചു. നിഹ അവൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് ട്രീസയ്ക്ക് ഇഷ്ടമായില്ല. ആദം സാർ, ഇവിടെ നിന്ന് പോയാൽ നിനക്ക് ഞാനൊരു മുട്ടം പണി തരുന്നുണ്ട് എന്നും മനസ്സിൽ പറഞ്ഞ ട്രീസ അവിടുന്ന് പോയി. അല്ല പിന്നെ, അവളുടെ ഒരു നോട്ടവും കൊഞ്ചിക്കുഴയലും കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഓ, പിന്നെ ഇവിടെ ഒരാളുണ്ട്, പെണ്ണുങ്ങൾ വന്ന ആ ബോഡിയും കാണിച്ചു അങ്ങോട്ട് നിന്നോളൂ, നീ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അവളുടെ കുശുമ്പ് കലർന്ന സംസാരം കാണവേ ആദത്തിന് ചിരിയാണ് വന്നത്. ഞാൻ സാറിന് ജ്യൂസ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് നടക്കാനൊഴിഞ്ഞ പെണ്ണിൻ്റെ കയ്യിൽ അവൻ്റെ പിടി വീണു. അവളുടെ ഇടുപ്പിലൂടെ കയറ്റി അവളെ അവനോട് അടുപ്പിച്ചു. അവൻ്റെ നോട്ടം തൻ്റെ അതരങ്ങളിലേക്കാണെന്ന് അറിഞ്ഞതും നിഹ കുതറാൻ ശ്രമിച്ചു. സാർ വിട്, ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരട്ടെ. സാറിന് എന്ത് ജ്യൂസാണ് വേണ്ടേ, നിഹ ചോദിച്ചു. അന്നേരം എനിക്കിത് മതി എന്നും പറഞ്ഞ ആദം അവളുടെ മേൽചുണ്ടിന് മീതെ പറ്റിയ ജ്യൂസ് തൻ്റെ നാവ് കൊണ്ട് നുണഞ്ഞെടുത്തതും അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. അതിനിടയിൽ അവൻ അവളുടെ ചുണ്ടിൽ നേർമയായി ചുംബിച്ചു. അതിനിടയിൽ ഒരു കൈ കൊണ്ട് ബെഡിൽ വെച്ചിരുന്ന മെഷറിംഗ് ടേപ്പ് എടുത്ത് കയ്യിൽ പിടിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു. ഇതൊന്ന് മാറ്റിക്കേ. അവനത് പറഞ്ഞത് നിഹ കാര്യം മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എടോ ഭാര്യയെ, ആ ധാവണിയുടെ ഷോൾ എടുത്ത് മാറ്റാൻ. എന്തിനാ, നിഹ വിറയലോടെ ചോദിച്ചു. കെട്ടിപ്പിടിച്ച് അവിടെ ഒരു ഉമ്മ തരാനാ. എടി, എനിക്ക് നിന്റെ മെഷർമെൻറ്റ്സ് വേണം. എന്തിനാ, നിഹ ഞെട്ടലോടെ പിന്നെയും ചോദിച്ചു. എൻ്റെ പൊന്നു നിഹ, നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിനല്ല. നിനക്കുള്ള വെഡ്ഡിങ് ഡ്രസ് ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ്, അതിനുള്ള മെഷർമെൻറ്റ്സ് ആണ്. ആദം പറഞ്ഞത് കേട്ടതും നിഹ ചമ്മലോടെ തൻ്റെ ഷോൾ എടുത്ത് മാറ്റി. ആദം തൻ്റെ കയ്യിലെ ടേപ്പ് വെച്ച് കോസ്റ്റ്യൂമിനുള്ള മെഷർമെൻറ്റ്സ് എടുക്കാൻ തുടങ്ങി. സ്ലീവും നെക്കും ഒക്കെ മെഷർ ചെയ്ത് ചെസ്റ്റിൻ്റെ അളവെടുക്കാൻ നേരം അവൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അന്നേരം അവൻ അവളെ ഒന്ന് നോക്കി ഒന്നുകൂടെ മെഷർ ചെയ്തു. എന്നിട്ടും അതേ അവസ്ഥയാണെന്ന് വന്നതും അവൻ അവളെ ഇക്കിൽ കൂട്ടി ശരീരം അയപ്പിച്ചു. അവൻ ഒന്നുകൂടെ ചെസ്റ്റിൻ്റെ അളവെടുത്ത് നോട്ട് ചെയ്തു. തറയിൽ കുഴിഞ്ഞിരുന്ന് അവളുടെ അരയുടെ അളവെടുക്കുകയാണ് അവൻ. അതിനിടയിൽ അവൻ ഒന്നും അറിയാത്ത പോലെ തൻ്റെ അതിരങ്ങൾ അവളുടെ വയറിൽ പതിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ആ കുറുമ്പുകൾ അവളത് ആസ്വദിക്കുന്നുണ്ട്. മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ സാറിന് എന്തൊരു ഡെഡിക്കേഷനാണ്. ഇതിനു മുൻപ് എത്ര പെണ്ണുങ്ങളുടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്? നിഹ തമാശ രൂപേണ ചോദിച്ചതാണേലും അറിയാനൊരു ത്വര. എണ്ണീട്ടില്ല, ആദം കടിപ്പിച്ച് പറഞ്ഞു. അതെന്താ എണ്ണാത്തെ? ഇനി മുതലേ എണ്ണിക്കോളാം. ഓ എടി, മെഷർമെൻറ്റ്സ് എടുക്കുക എൻ്റെ ഡ്യൂട്ടി അല്ല. ഞാനിതുവരെ ഒരാളുടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ടുമില്ല. മോഡൽ സ്കെച്ച് ചെയ്യുക അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെയും എൻ്റെ അസിസ്റ്റൻറ്റുമാർ ചെയ്യും. ഒരു ഡിസൈനറായിട്ടും നിനക്കതറിയില്ലേ? ആദം ചോദിച്ചു. എന്തായാലും അമേയ ശർമ്മയുടെ മെഷർമെൻറ്റ്സ് എടുത്ത് കാണും, അതെനിക്ക് ഉറപ്പാണ്. അത് സാറിൻ്റെ ജോലിയുടെ ഭാഗമാണല്ലോ അല്ലേ സാർ? നിഹ എറിഞ്ഞു നോക്കി. അന്നേരം അവൻ അവളുടെ നഗ്നമായ വയറിൽ അമർത്തി കടിച്ചു. ആ, അവൾ വേദന കൊണ്ട് നിലവിളിച്ചു പോയിരുന്നു. അവനെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ കടിച്ചിടം അമർത്തി ഒഴിഞ്ഞു. ഇനി ഓരോന്ന് പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയണം, ഇല്ലേ ഇതുപോലെ ഇനിയും കിട്ടിയെന്ന് വരാം. കുനിഞ്ഞെടുത്തു നിന്ന് തന്നെ അവളുടെ മുഖത്തേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് ആദം പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ. അതിനിങ്ങനെ കടിക്കണോ? പോ അവിടുന്ന് എന്നും പറഞ്ഞ് അവനെ പിടിച്ച് തള്ളിയതും അവൻ നിലത്തേക്ക് വീണുപോയിരുന്നു. അവൻ വീണത് കണ്ടിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ ദേഷ്യത്തോടെ ബെഡിൽ വന്നിരുന്നു. മുഖം വേർപ്പിച്ച് നിൽക്കുന്നവളെ കണ്ടതും ആദം എഴുന്നേറ്റ് ഡോറും ചാരി അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ അരികിൽ വന്നിരുന്നതും അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ഇപ്പോഴും ബ്ലൗസും പാവാടയാണ് അവളുടെ വേഷം. വേദനിച്ചോ? എവിടെയാ? ഇവിടെയാണോ? ഞാനൊന്ന് നോക്കട്ടെ. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് കടിച്ചുടൻ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, പോ, എന്നോട് മിണ്ടണ്ട. പിണങ്ങല്ലേ? വേണ്ട, എന്നെ തൊടണ്ട. എൻ്റെ നിഹ കൊച്ചെ, ഞാൻ ആദ്യമായും അവസാനമായും പ്രണയിച്ച പെണ്ണ് നീയാ. നിന്നെ മാത്രമേ ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ, ഇപ്പോഴും പ്രണയിക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ടും നിന്നെ മാത്രമേ ഞാൻ പ്രണയിക്കുള്ളൂ. എൻ്റെ പ്രണയം അത് നീയാണ് പെണ്ണെ, അല്ലാതെ അമേയ ശർമ്മയല്ല. അത്രയും പറഞ്ഞ് അവൻ അവളുടെ മുടി വകഞ്ഞു മാറ്റി പുറം കഴുത്തിൽ ചുംബിച്ചു. അത്രമേൽ പ്രണയത്തോടെയുള്ള ചുടുചുംബനം. എന്നിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല. അവൾ കണ്ണിറുകെ പൂട്ടി. അതോടൊപ്പം അവളുടെ ഇടത് കൈ ബെഡ്ഷീറ്റിൽ മുറുകി. അടുത്ത നിമിഷം അവൻ്റെ അതരങ്ങൾ അവളുടെ നഗ്നമായ തോളിലും കാതിലും ഒക്കെ അമർന്നു. അന്നേരം അവൾ അവന് നേരെ തിരിഞ്ഞു, അവനെ ഇറുകെ പുണർന്നു. കുറച്ചു നേരത്തെ ആലിംഗനത്തിനു ശേഷം അവൻ അവളുമായി ബെഡിലേക്ക് ചാഞ്ഞു. അവൻ്റെ അതരങ്ങൾ അവളുടെ നെറുകയിൽ അമർന്നു. പിന്നീട് അത് മൂക്കുവഴി താഴേക്ക് അരിച്ചിറങ്ങി.
അവളുടെ അതരങ്ങളിലും താടിത്തുമ്പിലും തൊണ്ടക്കുഴിയിലും അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു. അവിടെ നിന്ന് ചുണ്ടുകൾ പിന്നെയും താഴേക്ക് ഇഴഞ്ഞു നീങ്ങി അവളുടെ വയറിൽ താൻ കടിച്ചെടുത്തെത്തി നിന്നതും അവിടം അവൻ്റെ ചുണ്ടുകൾ ഈടുതടവില്ലാതെ അമർന്നു. അവൻ്റെ ചുംബനത്താൽ വിവശയായ അവൾ അവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി മുഖം തിരിഞ്ഞ് ചരിഞ്ഞു കിടന്നതും അവൻ അവളുടെ ഇടുപ്പിൽ ചുണ്ടമർത്തി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ഷർട്ട് എടുത്ത് ധരിക്കാൻ തുടങ്ങി. പാതി ചാരിയ ഡോറിൽ കൂടി ഇവരുടെ പ്രണയരംഗങ്ങൾ കണ്ട ട്രീസയ്ക്ക് നിഹയോട് അതിയായ അസൂയ തോന്നി. അവൻ്റെ സാമീപ്യം തന്നിൽ നിന്ന് അടർന്നു മാറിയതും നിഹ അവന് നേരെ തൻ്റെ മുഖം തിരിച്ചു ചരിഞ്ഞു കിടന്നു അവൻ്റെ പ്രവർത്തികൾ വീക്ഷിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവളുടെ ആ കിടത്തവും നോട്ടവും ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അവൻ ഡ്രസ്സൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒതുക്കി വെച്ചതും നിഹ തൻ്റെ ധാവണിയുടെ ഷോൾ എടുത്ത് നേരെ കൊടുത്തു. അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ വാച്ച് കെട്ടി കൊടുത്തു. ഫോൺ എടുത്ത് പോക്കറ്റിൽ വെച്ച് കൊടുത്തു. അവൻ്റെ കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ചു. അവൻ്റെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. മൂക്കിൽ മൂക്കുകൊണ്ടുരസി. ഐ ലവ് യു. അവൻ്റെ ചുണ്ടിൽ നേർമയായി മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ലവ് യു ടു ബേബി. തിരികെ അവളുടെ ചുണ്ടിൽ അമർത്തി ബുദ്ധിക്കൊണ്ട് അവൻ പറഞ്ഞു. ഐ വിൽ മിസ് യു. അവൻ അവളുടെ കാതോരം നുണഞ്ഞുകൊണ്ട് സ്വകാര്യം പോലെ പറഞ്ഞു. അവളുടെ ഉള്ളിൽ കുളിരു കോരി. ഐ വിൽ മിസ് യു ടു കൂടി പറയടോ. ആദം പരിഭവിച്ചു. ഞാൻ പറയില്ല. എനിക്ക് ഇയാളെ മിസ് ചെയ്യില്ല. ബിക്കോസ് ഇയാളുള്ളത് എൻ്റെ ഹൃദയത്തിലല്ലേ. ആദം പറഞ്ഞ് അവൻ്റെ നെറുകയിൽ മുത്തി. അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ തണുപ്പ് പടർത്തി. അത് മതിയായിരുന്നു അവന്. നിറഞ്ഞ മനസ്സോടെ അവൻ അവളോട് യാത്ര പറഞ്ഞു അവിടെ നിറങ്ങി. ആദത്തിൻ്റെ അഭാവത്തിൽ നിഹയ്ക്ക് അവനെ ശരിക്കും മിസ് ചെയ്തു. പകൽ സമയങ്ങളിൽ അവളത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ രാത്രി ആയപ്പോൾ അവൾക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. നിഹ അവൻ്റെ ഫോൺ കോളിന് വേണ്ടി കാത്തിരുന്നു. അങ്ങോട്ട് വിളിക്കാൻ അവൾക്കെന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി. അവൻ ഇങ്ങോട്ട് വിളിക്കുന്നതും കാത്തിരിക്കുകയാണ് അവൾ. മീറ്റിംഗ് കഴിഞ്ഞു ഓഫീസിലും ചെന്ന് ആദം തിരികെ കൊച്ചിയിലെ വീട്ടിലെത്തുമ്പോൾ രാത്രി ഒരുപാട് വൈകിയായിരുന്നു. നിഹ ഉറങ്ങിക്കാണെന്ന് കരുതി അവൾ വിളിച്ചില്ല. അവളുടെ ഓർമ്മകളെ കൂട്ടുപിടിച്ചു അവൻ നിദ്രയെ പുൽകി. രാവിലെ ഫോൺ റിങ് ചെയ്തത് കേട്ടിട്ടാണ് ആദം ഉണർന്നത്. ഡിസ്പ്ലേയിൽ നിഹയുടെ പേര് കണ്ടതും അവൻ വിടർന്ന മുഖത്തോടെ കോൾ എടുത്ത് സംസാരിച്ചു. പരിഭവവും പരാതി പറച്ചിലുമൊക്കെ നിഹ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്തു. ആ നിമിഷം തന്നെയാണ് ആയുഷിൻ്റെ കോൾ അവളെ തേടിയെത്തുന്നത്. തനിക്ക് അവളെ നേരിൽ കാണണമെന്നും അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞതും നിഹ വരാമെന്ന് പറഞ്ഞപ്പോൾ ആയുഷ് കോൾ അവസാനിപ്പിച്ചു. താൻ വിളിച്ച കാര്യം ആദം അറിയരുതെന്ന് ആയുഷ് പ്രത്യേകം അവളോട് പറഞ്ഞിരുന്നു. ആദം തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് അവനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെയും പറഞ്ഞ് വിവാഹം മുടക്കുക, അതായിരുന്നു ആയുഷിൻ്റെ ലക്ഷ്യം. ഇതേ സമയം നാളെ മടങ്ങാനിരുന്ന അവൻ നിഹയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. വൈകുന്നേരമായിരുന്നു ആയുഷിനെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞത്. ഉച്ച സമയത്ത് ആനയുടെ കൂടെ കിച്ചണിൽ ചിലവഴിക്കുകയാണ് നിഹ. കറിവേപ്പിലയ്ക്ക് വേണ്ടി ആന പുറത്തേക്ക് നടക്കുന്ന നേരത്താണ് താൻ പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിഹ പോകുന്നത്. ആനിയമ്മ, ആ കുളത്തിൻ്റെ ഭാഗത്തുള്ള ചെടിയിൽ നിന്നല്ല പറിക്കണ്ടേ? നിഹ ഉറക്കെ വിളിച്ച് ചോദിച്ചു. അതെ മോളെ, സൂക്ഷിക്കണേ, കുളത്തിലേക്കൊന്നും ഇറങ്ങല്ലേ. അവിടേക്ക് ആകെ ചെളിപ്പൂണ്ട് കിടക്കുക. ഇപ്പം ആരും അങ്ങോട്ട് പോവാറില്ല. പടവുകളിൽ നിറയെ പായലാണ്. കാല് തന്നെ വീഴാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ശ്രദ്ധിച്ചോളാം ആനിയമ്മ എന്നും പറഞ്ഞ് നിഹ നടന്നു. നിഹയുടെ മനസ്സിൽ നിറയെ ആയുഷിന് എന്തായിരിക്കും തന്നോട് പറയാനുള്ളത് എന്ന ചിന്തയായിരുന്നു. നിഹയുടെയും ആനിയുടെയും സംസാരം കേട്ട് നിന്ന ട്രീസ ക്രൂരമായ ചിരിയോടെ നിഹയ്ക്ക് പിന്നാലെ നടന്നു. നിഹ കറിവേപ്പില നുള്ളാൻ നേരാണ് ആരും അവളെ പിടിച്ച് കുളത്തിലേക്ക് തള്ളിയിടുന്നത്. നീന്താൻ അറിയാമെങ്കിലും എന്തോ ആ നിമിഷം നിഹ വെള്ളത്തിലേക്ക് മുങ്ങി താഴുകയായിരുന്നു. നിഹയെ കുളത്തിലേക്ക് തള്ളിയിടുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ട്രീസ അങ്ങോട്ട് വന്നത്. ഈ സമയത്താണ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന നിഹയെ അവൾ കാണുന്നത്. അത് കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇതേ സമയം ഒരാൾ രൂപം അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ട്രീസ കണ്ടിരുന്നു. ഇനി താൻ പ്രതി ആയേക്കാം എന്ന് കരുതി ട്രീസ അവിടെ നിന്ന് ഓടിപ്പോയി തൻ്റെ അമ്മച്ചിയോട് കാര്യം പറഞ്ഞു. അവള് ചാവുന്നേ അങ്ങ് ചാവട്ടടി, നീ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട എന്ന് ക്ലാര പറഞ്ഞതും ട്രീസയ്ക്കും അതാണ് നല്ലതെന്ന് തോന്നി. മമ്മ, അതും തൻ്റെ മമ്മയുടെ പിന്നിലൂടെ വന്ന് അവരെ പുണർന്ന് കവിളിൽ ചുംബിച്ചു. അവൻ നിഹ അന്വേഷിച്ചതും അവൾ കറിവേപ്പില നുള്ളാൻ വേണ്ടി പോയിരിക്കുവാണെന്ന് അവർ പറഞ്ഞപ്പോൾ താനും അങ്ങോട്ട് പോവുകയാണെന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു.